Jesus. Hallelujah. 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 Hallelujah, 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 hallelujah. യേശുവേ, നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവമേ, ഇതുവരെ ഞങ്ങളെ കാത്ത ദൈവമേ, നന്ദി കൊണ്ട് ഞങ്ങളുടെ ഉള്ളം നിറയുന്ന ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവമേ, അങ്ങയുടെ കരുണ ഇന്നുവരെയും മാറിപ്പോയിട്ടില്ലല്ലോ അപ്പാ. അങ്ങയുടെ കരുണ ഇന്നുവരെ ഞങ്ങളെ പൊതിയുന്നല്ലോ. മാറാത്ത സ്നേഹിതനെ, മന്നവനെ, മഹോന്നതനെ, ആരിലും ഉന്നതനെ, ആരാധ്യനെ, സ്വർഗോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, രാത്രി നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ മനസ്സും ഹൃദയവും ഒരുപോലെ ഏകാഗ്രമാക്കി ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശരീരത്തെയും ഒരുക്കി 2022 അവസാന മണിക്കൂറുകളിലേക്ക് നാം വന്നെത്തിയിരിക്കുമ്പോൾ അത് ആരാധനയുടെ നിറവിലായിരിക്കാൻ, അത് പ്രാർത്ഥനയുടെ നിറവിലായിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഉന്നതനും ഉയർന്നിരിക്കുന്ന ദൈവം, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ള ദൈവം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ച ദൈവം, ആ പിതാവിന് ഇന്ന് രാത്രി സന്തോഷത്തോടെ ആരാധന അർപ്പിപ്പാൻ കൃപയേ, 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 കൃപയേ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, കൃപയേ, കൃപയേ. എല്ലാ ഹൃദയങ്ങളും കൃപയേ, കൃപയേ, കൃപയേ,
പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പൊന്നു കുഞ്ഞുങ്ങളായി ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ, ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാന ദിവസം വരെ ഞങ്ങളെ കാവൽ ചെയ്ത ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിൽ ആ പാദപീഠത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് ആരാധനയുമായി അടുത്തു വരുവാൻ, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു പാടുവാൻ ദൈവമേ ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ 31 ദിവസങ്ങൾ തുടർമാനമായി ദൈവസഭ പ്രാർത്ഥനയിലായിരുന്ന ഞങ്ങളുടെ പാദപീഠത്തില് നിന്റെ ശത്രുവിനെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്ക എന്ന് വചനം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ വിഷയത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് വരെ കർത്താവിൻ്റെ വലത് ഭാഗത്തിരിക്കുവാൻ, ആ വലത് ഭാഗത്തെ പ്രമോദങ്ങൾ അനുഭവിപ്പാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങേ പാടി ആരാധിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് അവിടുന്ന് അഭിഷേകത്തെ അവിടുന്ന് തരുന്നതിനായി തന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഹോസ്റ്റ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്ത ഗണത്തിനായി സ്തോത്രം. കർത്താവേ, ഈ ശുശ്രൂഷയുടെ ആരാധനയിലും മറ്റും ആമേൻ കർത്താവേ പങ്കുവഹിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. നല്ല ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ കർത്താവേ, നല്ല പ്രബോധനങ്ങൾ, ഇന്ന് രാത്രി ദൈവിക സന്ദേശങ്ങൾ, ആലോചനകളെല്ലാം തന്ന് ദൈവം ഞങ്ങളെ അവിടെ നിന്ന് രാത്രിയിൽ അവിടുന്ന് പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവാധിമാനും മഹത്വം, സ്തുതി, ആരാധനയെല്ലാം കർത്താവിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ടതുകൊണ്ട് പ്രിയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ഈ വാച്ച് നൈറ്റ് സർവീസിൽ അതിൻ്റെ ആരംഭ മണിക്കൂറുകളിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ വിശ്വാസ കുടുംബങ്ങളിൽ നിന്ന് ആഹതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ ആമേൻ പാദത്തിൽ നാം ഒരുമിച്ച് നമ്മെ തന്നെ അർപ്പണം ചെയ്യുകയാണ്. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവം നമുക്ക് വേണ്ടി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് എണ്ണിയാലും ഈ 2.5 മണിക്കൂറുകൾ കൊണ്ട് തീരുന്നതല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ എണ്ണമില്ലാതെ നന്മകൾ തന്ന് നമ്മെ വഴി നടത്തിയ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇപ്പോൾ ബ്രദർ ലിൻസൺ ജോസഫ് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന സമയങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്കും പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ തുടർന്ന് വെളിപ്പെടട്ടെ. നമുക്ക് ചേർന്ന് കൊയറിനോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Hallelujah, hallelujah, hallelujah. As we have come at the close moments of this year 2022, hallelujah, as a church from different places we are gathering online, hallelujah. As a servant of God reminded, we should treat it as just as we are physically gathering, because the word of God in which we all believe, it says that when 2 or 3 gather in my name, I will be there. Before many of us has joined this online meeting, I believe that our God, hallelujah, our Jesus, hallelujah, our Master, our Creator, hallelujah, He is already there in our midst. Hallelujah, wherever we are, in whatever situation we are, if possible, as the servant of God reminded, hallelujah, if you can switch on the video, let us all see each other, let us all celebrate the last moments and remember all the good things which God has done in our life and give the praises to Him, hallelujah, who has led us this far in this year 2022, hallelujah. The word of God in Psalm 63 verses 3, it says, because your loving kindness is better than life, my lips shall praise you, hallelujah. Whenever we gather, we have nothing to boast about.
One thing we can boast is how preciously, how miraculously, how amazingly God has protected and kept us. Hallelujah. The word of God in the same Psalms, verse 7, it says, because you have been my help, therefore in the shadow of your wings I will rejoice. Hallelujah. Can we say that from our experience in this year? That Lord, hallelujah, hallelujah, your loving kindness your faithfulness was sufficient for me, Lord. Hallelujah. Thank you, Lord, for protecting me under your mighty wings, Lord. Though I was, hallelujah, suffering from many problems and diseases, but Lord, hallelujah, Lord, you have healed me, Lord. Lord, you have healed us, Lord. Lord, you have strengthened us, Lord. Hallelujah, hallelujah. Can we all remember all the great things? Can we remember the great things? Hallelujah. Our living Father has done for us. Hallelujah. Let's spend some time in praise and worship and go to the heart of worship and give the praises to Him. Hallelujah. Thank you, Jesus. Let us look up to the Lord and sing to Him. നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമാവേടിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. Let us all surrender. ഓ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ. ആമയമാറിയും ആനന്ദമേറിയും വാഴുന്നു വീതി എന്നേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ.
അതു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. Lord, we come to your presence, Lord. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. Hallelujah, hallelujah. As we sang, Lord, we have nothing to say other than to Lord completely surrender, Lord. Lord, it's unbelievable, Lord. Lord, there were things situations which were impossible. Lord, hallelujah, but you made it possible, Lord, hallelujah. When we look back, Lord, great things you have done in our life, Lord, hallelujah. Lord, as we come to your presence and we remember each things which you have done, not just in last year, Lord, in previous years, so far, Lord. Lord, we, hallelujah, Lord, we are spellbound. We have nothing to say. Lord, whatever, however, hallelujah, in whatever quantity and volume, Lord, we praise you, Lord, it is not enough, Lord. Lord, you are worthy to be praised. You are worthy to be praised, Lord, hallelujah. In Isaiah chapter 54, verses 10, for the mountains shall depart and the hills be removed, but my kindness shall not depart from you. Nor shall my covenant of peace be removed, says the Lord, who has mercy on you. Hallelujah. Whatever the challenges, whatever the obstacles we had, though were like big mountains, hallelujah, but the hallelujah might of the Lord was so powerful, hallelujah, it got removed, hallelujah. How many of us can say that there were so challenges, hallelujah, in your life? There were situations, there were problems which were like it seemed like a mountain. Those were bigger than us. But there were, hallelujah, but our living God, hallelujah, He's higher, He's bigger than anything else, hallelujah. And He's on our side. Can we say that hallelujah, this evening? Let us surrender ourselves. Let us submit that, Lord, we are powerless, Lord. We have no power at all, Lord. Lord, we come to your presence. We come to you, Lord, hallelujah, this evening, Lord. We want to praise you and worship you, Lord, hallelujah. Let us sing this song together. It's a very old song, hallelujah. Stotra Geetam Paduga Nee Maname Kartan Jayam Nalgidum Nishchayame. And as we will sing all the, hallelujah, different stanzas, hallelujah, it describes how merciful, how powerful our God is, hallelujah, at the same time, hallelujah. Oh, hallelujah, let's sing together. We submit, hallelujah, and sing praises to Him this evening. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah, 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 hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Oh, we worship you, Lord. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, വീഴ്ചയിൽ താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, വീഴ്ചയിൽ നീയെ കാത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. ശത്രുവിൻ തല തകർത്തവനേ,
കാത്തവനേ, മാത്രയിൽ ജയം തന്നവനേ, ശത്രു മുൻപാകെ മേശയൊരുക്കും നിത്യനാമേശുവേ സ്തുതി മനമേ, ശത്രു മുൻപാകെ മേശയൊരുക്കും നിത്യനാമേശുവേ സ്തുതി മനമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകി നിശ്ചയമാ, കഷ്ടവും മഹാശാസനയും ഉള്ള ദിനവും ഇതേ, കഷ്ടവും മഹാശാസനയും ഉള്ള ദിനവും ഇതേ, ഉള്ളം കലക്കും കള്ള സഹോദര വല്ല ചെയ്യുകിലെന്നു ഭയാ, ഉള്ളം കലക്കും കള്ള സഹോദര വല്ല ചെയ്യുകിലെന്നു ഭയാ, സ്തോത്രഗീതം പാടുക നീ മനമേ, സ്തോത്രഗീതം പാടുക ജയം നൽകിടും നിശ്ചയമാ, ഓന്നിലും പതറിയിടരുതേ, കണ്ണിനി വഴി പോയി ഒന്നിലും പതറിയിടരുതേ, കണ്ണിനി വഴി പോയിടിലോ, മന്നവൻ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തോ, മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും, സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകി നിശ്ചയമായി, സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകിടും പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ, ആമേൻ, പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീ നിന്നു കുടിക്കോ, മരുഭു പ്രയാണം കഴിയും വരെയും മറക്കും അവൻ നമ്മെ ചിറകടിയിൽ, മരുഭു പ്രയാണം കഴിയും വരെയും മറക്കും അവൻ നമ്മെ ചിറകടിയിൽ, സ്തോത്രഗീതം പാടുക ഓ ഹല്ലേലൂയ, സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകി നിശ്ചയമാ, സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകി നിശ്ചയമാ, ഓ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ, ആമേൻ, താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ, താഴ്ചയാലല്ല വിശ്വാസത്താലേ ഭാഷയേക്ക് നിത്യം ചേർത്തവനെ, താഴ്ചയാലല്ല വിശ്വാസത്താലേ ഭാഷയേക്ക് നിത്യം ചേർത്തവനെ, ആമേൻ, സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകി നിശ്ചയമായി, സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകി നിശ്ചയമാ, ഓന്നിലും പതറിയിടരുതേ, കണ്ണിനി വഴി പോയിടും, ഓന്നിലും പതറിയിടരുതേ, കണ്ണിനി വഴി പോയിടിനോ, മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തോ, മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും, സ്തോത്രഗീതം പാടുക നീ മനമേ, കണ്ടൻ ജയം നൽകി നിശ്ചയമാ, സ്തോത്രഗീതം പാടുക നീ മനമേ,
മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമാണ് സ്തോത്രഗീതം പാടും നീ മനമേ ആമേൻ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമാ സ്തോത്രഗീതം പാടും നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമാ. Worship you, Lord. Hallelujah. Oh, thank you, Jesus, for your great promises, Lord. Hallelujah. Hallelujah. Lord, we put our trust on you this evening, Lord. Hallelujah. How wonderfully, how magnificently, Lord. Hallelujah. You have led us this, hallelujah, so far in this year, Lord. Hallelujah. Lord, we remember and thank you, Lord. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Oh, we worship you, Lord. We worship you, Lord. Lord, we give you our praises to you, Lord. Hallelujah. As in Psalm 107 verses 8 and 9 it says, thank the Lord for his faithful love and for the amazing things he does for people. He satisfies those who are thirsty. He fills those who are hungry with good things. Hallelujah. With the psalmist, can we introspect ourselves this evening? Are we thirsty? Are we hungry for the Lord? Hallelujah. Are we satisfied with whatever God has done? Or do we want more and more? Hallelujah. As we are going to enter the new year in few moments, are we more thirsty and hungry? Hallelujah. Do we have that burden, hallelujah, for the ministry? Oh, hallelujah. Can we introspect? Can we introspect? Do not judge anyone else. Hallelujah. Each one of you. Hallelujah. Oh, thank you, Jesus. Tell the Lord, Lord, fill me with a new spirit, a new heart in the coming year, Lord. Lord, I want to move forward, Lord. Hallelujah. I want it to be uplifted, Lord. Hallelujah. Oh, thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Praise you, Jesus. Oh, we worship you, Lord. Oh, we come to your presence. Oh, with a new decision and determination. Oh, as we are going to enter the new year in few moments, Lord. Oh, strengthen us, Lord. Hallelujah. Fill us with your new strength and your power, Lord. Hallelujah. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ. Can we clap your hands? അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. യേശുവെ ആരാധിക്കാം. സ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാത്തിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. വിശ്വാസമുണ്ടോ? ആരാധിച്ചാത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. എരിഹോ മതിൽ വീഴും. ആമേൻ. അത്ഭുതങ്ങൾ നടക്കും. ഓ, എരിഹോ മതിൽ വീഴും. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാത്തിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാത്തിടാം.
ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴങ്ങിടാ, യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴങ്ങിടാ. ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാ, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചിടാം. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കും. Can we proclaim this? യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാം. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാം. ഭൂമിനി തന്നെ പേരിനൊരു ജീവിതമേ, എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ചേർന്ന് പാടാം. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാ ജയഗീതം. ഓ നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഓ ഉലക മഹാത്മ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഓ ഉലക മഹാത്മ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാ ഓ നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുമേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
Praise the Lord. Hallelujah. 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 ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും, എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. കഴിഞ്ഞ 2022 12 മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര അത്ഭുതങ്ങൾ നടന്നു. നമ്മുടെ മുൻപിൽ പ്രതിബന്ധങ്ങളായി നിന്ന്, പ്രതിസന്ധികളായി നിന്ന് എത്ര പ്രതിസന്ധികളെ കർത്താവ് മാറ്റി. രോഗികളായി, ബലഹീനരായി, ആപത്തുകളിലെ അനർത്ഥങ്ങളിലൊക്കെ പെട്ട് ആമേൻ സ്തോത്രം പല പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്ന നമ്മെ എൻ്റെ കർത്താവ് വിടുവിച്ചില്ലേ? ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിൽ, പക്ഷേ ഇന്ന് രാത്രിയിൽ എൻ്റെ ഉന്നതനായ എൻ്റെ ആത്മമണവാളൻ മാത്രം ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടുകൂടെ ഇന്ന് രാത്രി സ്വർഗത്തിൽ വസിക്കുമ്പോൾ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തന്മാരുടെ ഹല്ലേലൂയ പ്രത്യക്ഷതയ്ക്കായി വേഗം വെളിപ്പെടുവാൻ പോകുന്ന കർത്താവിനെ കൺകുളിർക്കെ കാണുവാനും ആസ്വദിക്കുവാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സകല ദൈവമക്കളും അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഭവനത്തിൽ ഇന്ന് രാത്രി ആരാധന മുഴങ്ങട്ടെ. നമ്മുടെ ഭവനത്തിൽ ഇന്ന് രാത്രി കാലം ആരാധന മുഴങ്ങട്ടെ, ആരാധന മുഴങ്ങട്ടെ, ആരാധന മുഴങ്ങട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. കർത്താവേ, നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ അഭിഷക്ത ഗണത്തെ ദൈവത്തിനായി അഭിഷേകം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഞങ്ങൾക്കും ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കുവാൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിട്ട് നിസ്തുല്യ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ കർത്താവിനെ ഇന്ന് രാത്രി അപ്പാ എന്നും ഞാൻ അങ്ങയുടെ സ്വന്തം എന്ന് പറയുവാൻ, ഒരു സമർപ്പണത്തിലേക്ക് അടുത്ത് വരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവമേ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സാക്ഷിവാചകങ്ങൾ പ്രസ്താവിക്കുമ്പോൾ തന്റെ ജനത്തിൻ്റെ മേൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം. സർവാധിമാന മഹത്വ സ്തുതി ആരാധനയെല്ലാം കർത്താവിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ടതുകൊണ്ട് പ്രിയ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടി കർത്താവിന് രാത്രി ആരാധന അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ ആ ദിവ്യനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2022 ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകുവാൻ ചില മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുൻപിലുള്ളപ്പോൾ ആമേൻ, പുതിയ വർഷത്തെ കർത്താവ് നമുക്ക് തരുമ്പോൾ സ്തോത്രം ചെയ്ത് ആരാധനയോടുകൂടെ ഉണർന്നിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഈ ആത്മീക വീക്ഷണത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആത്മീക ശുശ്രൂഷയെക്കുറിച്ച് ഇന്ന് ആത്മീകരുടെ ഇടയിൽ വ്യത്യസ്തമായ വിഭിന്നമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ആമേൻ സ്തോത്രം. ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ആവശ്യമാണോ? മാസങ്ങളും കാലങ്ങളും ഒക്കെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇന്ന് പല വ്യക്തികൾ ഇങ്ങനെയുള്ള ആത്മീക ശുശ്രൂഷകളെ അവഗണിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഓരോ ദിവസവും എന്നല്ല, ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷങ്ങളിലും ജീവിച്ചിരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമ്പോൾ അതിന് നാം നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിക്കുന്നത് ഒരിക്കലും അധികപ്പറ്റാകില്ല. അത് മാസത്തിൻ്റെ തുടക്കമാണെങ്കിലും, അത് വർഷത്തിൻ്റെ തുടക്കമാണെങ്കിലും, ഒരു ദിവസത്തിൻ്റെ തുടക്കമാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെയുള്ള ഭാഗ്യം നമുക്ക് തരുന്നുണ്ട്. നാം ഒരു വർഷം മാത്രം ആവേശത്തോടു കൂടി കൂടുന്നവരല്ല. എല്ലാ ദിവസവും, എല്ലാ മാസവും ആമേൻ കർത്താവ് തരുന്ന ദിവസത്തിൻ്റെ എല്ലാ തുടക്കങ്ങളും നാം പരസ്പരം ആശീർവാദ വാചകങ്ങൾ കൈമാറുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു ആത്മീക പക്വത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള സമയങ്ങൾ മാത്രമേ ഇന്ന് രാത്രി നമുക്കിവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളൂ. നാളെ ആരാധന അടുത്ത മണിക്കൂറുകളിൽ ഉള്ളതുകൊണ്ട് ആമേൻ സ്തോത്രം 12:15 ആകുമ്പോഴേക്കും ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിനും നടത്തിപ്പിനും ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു.
ഡിസംബർ മാസം 1-ാം തീയതി പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസത്തെ 31 ദിവസത്തെ പ്രാർത്ഥനകളുടെ സമാപന ദിവസം കൂടെയാണ് ഇന്ന്. അപ്പോൾ തന്നെ 12-ാം മാസത്തിൻ്റെ സമാപന ദിവസം കൂടെയാണ് ഇന്ന്. 2022 ആണ്ടിൻ്റെ സമാപന ദിവസം കൂടെയാണ് ഇന്ന്. അങ്ങനെ ഒരു പുതുക്കത്തിലേക്ക്, ഒരു പുതുമയിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുവാനായി പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ അനുവദിക്കുമ്പോൾ സ്തോത്രത്തോടും ആരാധനയോടും കൂടി മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ 24 കുടുംബങ്ങൾക്ക് വേണ്ടി, കർത്തൃദാസന്മാരുടെ കുടുംബങ്ങൾ ആമേൻ അടക്കം പ്രാർത്ഥിക്കുവാനായിട്ട് ഓരോ ദിവസവും ദൈവം നമുക്ക് അവസരങ്ങളെ തന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു, വിടുതലായി തീർന്നു, പുത്തൻ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഹൃദ്യമായി സംസാരിപ്പാനിടയായി തീർന്നു. ചെങ്കടൽ ഭാരമായി നിന്നപ്പോൾ സ്വർഗം അതിനെ നടുവിൽ വഴി തുറന്നു. യെരിഹോവ് പ്രശ്നമായി നിന്നപ്പോൾ സ്വർഗം അതിനെ ഇടിച്ച് തരിപ്പണമാക്കി. യോർദാൻ പ്രബലമായി നിന്നപ്പോൾ സ്വർഗം അതിനെ നടുവിലൂടി ആമേൻ യാത്രയൊരുക്കി. ഹല്ലേലൂയ. ഹായ് ആമേൻ സ്തോത്രം. വലിയൊരു ആമേൻ സ്തോത്ര തകർച്ചയുടെ കൂടാരമായി നിന്നപ്പോൾ സ്വർഗം ആ തകർച്ചയുടെ കൂടാരത്തെ മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് യോശുവ ആമേൻ സ്തോത്രം അവകാശങ്ങളൊക്കെ പങ്കിട്ട് കൊടുത്ത് സ്വസ്ഥമായി അവർ കൈവശമാക്കി സമാധാനത്തോടും അനുഗ്രഹത്തോടും കൂടി പാർക്കുന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിപ്പാനിടയായി തീർന്നു. ഇന്ന് 24-ാമത്തെ അധ്യായമാണല്ലോ നമുക്ക് ധ്യാനിക്കുവാനും വായിക്കുവാനുമായിട്ടുള്ളത്. എൻ്റെ മുൻപിൽ വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് തുടർന്ന് സാക്ഷി പ്രസ്താവിക്കുവാനായിട്ടുള്ള അവസരങ്ങളെ വേർതിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ദൈവമക്കൾ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാൽ അതിൽ നിന്നൊരു ദൈവിക സന്ദേശം ഓർപ്പിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുവാനും മുന്നോട്ട് ശുശ്രൂഷകൾ നയിപ്പാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നമ്മൾ വായിക്കേണ്ടത് യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായമാണ്. അതിൽ 15, 16, 17 വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് യോശുവ പറയുന്നത്: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. അവിടെ യോശുവ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ആത്മീക ജീവിതം വളരെ വ്യത്യസ്തമായ നിലകളിലേക്ക് ആമേൻ വഴുതി മാറിയപ്പോൾ, ഈ ജനത്തിൻ്റെ ആത്മീകതയ്ക്ക് സ്ഥിരതയില്ലാതെ വന്നപ്പോൾ ഒരു കാര്യം യോശുവ സ്ഥിരപ്പെടുത്തി. ഇസ്രായേൽ മക്കൾ എൻ്റെ മുൻപിൽ ആമേൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് രാത്രികാലം എത്ര പ്രിയപ്പെട്ടവർക്ക് ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടെ പറയാൻ കഴിയും: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. നോക്കുക, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ ഉപേക്ഷിക്കാൻ ഇടവരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ജനം അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് ആമേൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ നടന്നു വന്ന വഴി, ഞങ്ങൾ കടന്നു വന്ന ജാതികൾ, അതായത് കടന്നു വന്ന സാഹചര്യം, ഇതെല്ലാത്തിൻ്റെയും നടുവിൽ ദൈവം ഞങ്ങളെ രക്ഷിക്കുകയും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്തു. അതിൻ്റെ 17-ാം വാക്യം മാത്രം ആരെങ്കിലും പരസ്യമായിട്ട് അൺമ്യൂട്ട് ചെയ്ത്. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുകെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴികളിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും അത് ഞാൻ ഇങ്ങനെ പറയുകയാണ്: കടന്നു പോന്ന സകല സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം എന്ത് ചെയ്തു? ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. എത്ര പേർക്ക് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ആമേൻ പറയാൻ പറ്റും? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ച സകല പാതകളിലും ദൈവം നമ്മെ വിടുവിച്ചു എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? രണ്ടാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾ കടന്നുപോയ ചില ജാതികൾ സമം, ഞങ്ങൾ കടന്നുപോയ ചില ജീവിത സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ ചില അനുഭവങ്ങൾ, വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും, എത്രയോ പ്രതിസന്ധികൾ. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയും: ഞാൻ നടന്നുപോയ വഴികളും ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളും അതിൽ തകർന്നു പോകാതെ എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. എത്ര പേർ ആമേൻ പറയും ഇന്ന് രാത്രി? എന്തിനാ നമ്മൾ ഇന്ന് രാത്രി ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്? കഴിഞ്ഞ നാടുകളിൽ നമ്മെ നടത്തിയ,
വഴികളെ ഓർത്ത് നന്ദി പറയുക. ഇന്ന് നമ്മൾ രാത്രി ഇങ്ങനെ ഒരുമിച്ച് കുടുംബങ്ങളായി കൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ ചില സാഹചര്യങ്ങളുണ്ട്. ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയാത്ത അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ മനസ്സ് തകർന്നവനെ പോലെ തകർന്നവളെ പോലെയൊക്കെ ആയിരുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. അതിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ തകർന്നു പോകാതെ ദൈവം നിർത്തിയത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിയിടുവാൻ ശക്തനേ. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കടന്നുപോയ പാതകൾ, നാം നടന്നു വന്ന വഴികൾ, നാം വേദനിച്ച ചില ജീവിത സാഹചര്യങ്ങൾ, അതിന് നടുവിൽ നമ്മെ രക്ഷിച്ച ഒരു ദൈവത്തിന്റെ മുൻപിൽ നാം നന്ദി പറയാൻ പോകുകയാണ്. കുടുംബങ്ങളായി നാം നന്ദി പറയാൻ പോകുകയാണ് ദൈവത്തോട്. ഈ ഒരു വാക്കുകൊണ്ടോ ഈ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ടോ ഒന്നും അത് തീരില്ല ദൈവമക്കളെ. ഞാൻ ഈ ഭാഗം 24-ാം അധ്യായം ഇന്ന് വായിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് ധാരാളം സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് തന്നു. അതിലേറ്റവും വിലപ്പെട്ടതാണ് ഈ വാച്ച് നൈറ്റ് സർവീസിൽ ദൈവജനത്തോട് പറയുന്നത്, ഓർപ്പിക്കുന്നത്. നമ്മൾ നടന്നു വന്ന വഴികളും നാം കടന്നുപോയ പാതകളും നന്നായി അറിഞ്ഞ് അതിന്റെ നടുവിൽ നമ്മളെ കൈവിടാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച, രക്ഷിച്ച, സ്നേഹിച്ച, താങ്ങിയ, ചുമന്ന, തലോടിയ ആ കർത്താവിന്റെ സ്നേഹത്തെ മരുഭൂത്രയിൽ ഞാൻ മരുപച്ച തേടി മാറത്തടിച്ച നേരം, മരുയാത്രയിൽ ഞാൻ മരുപച്ച തേടി മാറത്തടിച്ച നേരം, മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിയിടുവാൻ ശക്തനേ. ഇത്രയിൽ നന്ദിയോടെന്നെന്നും അങ്ങേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, സ്വർഗീയ നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ, സ്വർഗീയ നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ. ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവേലേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവേലേ വാഴ്ത്തി പാടിടും ഞാൻ. നമ്മെ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട്, ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും
നടത്തിടുവാൻ ശക്തനേ, ഇത്രേ നന്ദിയോടെന്നെന്നോ അങ്ങേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ. ആമേൻ, ആമേൻ. നാം നടന്നു വന്ന വഴികളും നാം കടന്നുപോയ സാഹചര്യങ്ങളും അതിൽ തകർന്നു പോകാതെ നമ്മെ വിടുവിച്ച് മാറത്തടിച്ച നേരങ്ങൾ, അലറി വിളിച്ച നേരങ്ങൾ, സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നിരാശകൾ പറഞ്ഞ അനുഭവങ്ങൾ, കഴിഞ്ഞ 12 മാസങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം? ഒരുപക്ഷെ ഇനി നമ്മൾ സാക്ഷി പറയാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പറയാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. അത്രയും വേദനകളും നിരാശകളും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് ഓർക്കാനുള്ളത്, ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കാൻ ദൈവം അവസരം തന്നില്ലേ? ജീവനോടും ആയുഷോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സൂക്ഷിച്ചില്ലേ? ആ ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവനാമം ഇന്ന് രാത്രി മഹത്വമെടുക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം നാം ഓരോ കുടുംബങ്ങളായിട്ട് 11:45 വരെയുള്ള സമയങ്ങൾ നമ്മൾ സാക്ഷി പ്രസ്താവിക്കുവാനായിട്ടുള്ള സമയങ്ങൾ വേർതിരിക്കുകയാണ്. കുടുംബങ്ങളായിട്ട് ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് അവസരങ്ങളെ ഒരുക്കുകയാണ്. ആളുകളിൽ ദൈവം നടത്തിയ വഴികൾ എത്ര ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ടൈം സോണുകളിൽ ഇന്ന് ഈ പുതുവർഷം എന്നുള്ളത് അനേകരുടെ ഒരു ആവേശമാണ്. പ്രാർത്ഥനയോടുകൂടി അതിലേക്ക് പ്രവേശിക്കാൻ ദൈവമക്കൾ. എന്നാൽ ലോക മനുഷ്യരാണെങ്കിൽ പടക്കം പൊട്ടിച്ചും മറ്റ് നിശാ ക്ലബ്ബുകളിലൊക്കെ ആടിയും തിമിർത്തുമൊക്കെ അവരത് ആഘോഷിക്കും. ആമേൻ, സ്തോത്രം. ചെറുപ്പക്കാരൊക്കെ ബീച്ചുകളിലും ബൈക്ക് റൈഡിങ്ങിലുമൊക്കെ പല നിലകളിലൊക്കെ ആമേൻ, സ്തോത്രം, അവർ ഇതൊക്കെ ആഘോഷിക്കുക. പക്ഷേ പിന്നത്തേതിൽ അത് വലിയ നാശമായി മാറും. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ദൈവം തരുമ്പോൾ സ്തോത്രത്തോടും ആരാധനയോടും കൂടി മുന്നേറുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് വായിക്കാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 2023 കർത്താവ് നമുക്ക് തരുമ്പോൾ നാം ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം പ്രാപിച്ചിരിക്കുകയാണ്. ആ വാഗ്ദത്തം ദൈവജനവുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതാ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ ഒരു സഭയെ നമ്മൾ പരിചയപ്പെടുന്നു. ഏതാണ് ആ സഭ? അന്ത്യോക്യയിലെ സഭ. അപ്പോസ്തല കാലത്ത് ഏറ്റവും ശോഭിച്ച അന്ത്യോക്യയിലെ ഒരു സഭ. ഈ സഭയിൽ ഇതാ കുറച്ചു പേരുടെ പേരവിടെ പറയുന്നു. ഒന്ന് ബർന്നബാസ്, മറ്റൊന്ന് നീഗർ എന്ന് പറയുന്ന ശിമോൻ, മറ്റൊന്ന് ലുക്കിയോസ്, മനായേൽ, ശൗല്. 5 പേരുടെ പേരാണ് ആ വാക്യത്തിൽ പറയുന്നത്. ബർന്നബാസ്, ശിമോൻ, ലുക്കിയോസ്, മനായേൽ, ശൗല്. 5 പേര് ഒരുമിച്ച് എന്ത് ചെയ്യുകയാണ്? കർത്താവിനെ ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇടപെടാനിടയായി തീർന്നു. ഏതിൻ്റെ നടുവിലേക്ക്? ആരാധനയുടെ നടുവിലേക്ക്, ഉപവസിക്കുന്നവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് 5 പേരിൽ 2 പേരെ ഇങ്ങ് വേർതിരിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എന്ത് ചെയ്തു? വേർതിരിച്ചു. ആർക്കു വേണ്ടി വേർതിരിച്ചു? കർത്താവിന് വേണ്ടി വേർതിരിച്ചു. ആരാധന ഇല്ലായിരുന്നോ? ബർന്നബാസിനോട് ചോദിക്കാം, ശിമോനോട് ചോദിക്കാം, ലുക്യോസിനോട് ചോദിക്കാം, മനായേലിനോട് ചോദിക്കാം, ശൗലിനോട് ചോദിക്കാം. ആരാധന ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ബർന്നബാസിനോട് ചോദിക്കാം, ശിമോനോട് ചോദിക്കാം, ലുക്യോസിനോട് ചോദിക്കാം, മനായേലിനോട് ചോദിക്കാം, ശൗലിനോട് ചോദിക്കാം. ഉപവാസമില്ലായിരുന്നോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതൊക്കെ പോരെ? ആരാധനയും ഉപവാസവും ഉണ്ടെങ്കിൽ നമ്മൾ തൃപ്തിപ്പെടുകയല്ലേ?
എന്നാൽ പരിശുദ്ധാത്മാവിന് തൃപ്തി വരുന്നില്ല. 5 പേര് ഇരിക്കുന്ന മുറിക്കകത്ത് അവർ ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന് ആ 5 പേരിൽ 2 പേരോട് ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകുകയാണ്. ആ സ്നേഹം എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ബർന്നബാസേ, ശൗലേ, നിങ്ങൾ ഇനിയും ഈ 5 പേരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുവാനുള്ളവരല്ല. പിന്നെയോ ഈ 5 പേരുടെ നടുവിൽ നിങ്ങളെ അടുത്ത ഒരു ശുശ്രൂഷയുടെ ലെവലിലേക്ക് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. അത് തോന്നിയത് ആർക്കാന്നറിയാമോ? പരിശുദ്ധാത്മാവിനാ തോന്നിയത്. ഇന്ന് രാത്രികാലം ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ ആരാധനയിൽ വളരെ ആത്മശക്തിയോടുകൂടെ ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ 2023 ദൈവം നമുക്ക് തരാൻ പോകുന്ന വാഗ്ദത്തം ഇങ്ങനെയാണ്. ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു അതുണ്ട്, സത്യമാ. പക്ഷെ പോര കുഞ്ഞെ, 2023 നീ ശുശ്രൂഷയിൽ നീ ഒന്ന് ശക്തിപ്പെടുവാൻ വേണ്ടി, എനിക്ക് വേണ്ടി നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുക. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇവിടെ എല്ലാവരുടെയും സാക്ഷി ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളുടെ പേരുകൾ എഴുതി, നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. പക്ഷേ ബ്രദർ ജസ്റ്റസ് പറഞ്ഞ സാക്ഷി നിങ്ങൾ കേട്ടായിരുന്നോ? കർത്താവേ, 2022 മിനിസ്ട്രിയിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല. 2023 കർത്താവ് തന്നാൽ ബ്രദർ ജസ്റ്റസ് തീരുമാനമെടുത്തത് എനിക്ക് മിനിസ്ട്രിയിൽ ഉയരണം. ജോലിയിൽ പ്രശ്നമുണ്ടായിരുന്നു, കർത്താവ് പരിഹരിച്ചു. കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നു, കർത്താവ് പരിഹരിച്ചു. എല്ലാം ദൈവം പരിഹരിച്ചു. ഇനി പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമാണ് മിനിസ്ട്രിയിലുള്ള ഉയർച്ച. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ IPC മുഖപ്പേർ സഭയിലുള്ള സകല ദൈവജനത്തോടും പരിശുദ്ധാത്മാവ് പറയുന്നു, 2023 year of ministry upliftment. കരങ്ങൾ അടിച്ച കർത്താവിന് നന്ദി പറയാമോ? കരങ്ങൾ അടിച്ച കർത്താവിന് നന്ദി പറയാമോ? ഇന്ന് രാത്രികാലം ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷെ മിനിസ്ട്രിയിലും കൂടെ, സുവിശേഷ വേലയിലും കൂടെ ഒന്ന് എല്ലാവരും ആത്മാവിൽ അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. കർത്താവ്, എനിക്ക് ആ ശക്തി വേണം. എനിക്ക് പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, പക്ഷെ എനിക്ക് മിനിസ്ട്രിയിലൊന്ന് ഉയരണം, മിനിസ്ട്രിയിലൊന്ന് വളരണം. കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ചോ? കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ചോ? ഇതാരുടെ ഇഷ്ടമാണെന്നറിയോ? ഇത് പാസ്റ്ററുടെ ഇഷ്ടമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാ. നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ ഇഷ്ടമായി ഇന്ന് രാത്രികാലം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് നന്ദിയോടെ 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 ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ 2022 നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി കാല യവനിക്കുള്ള മറഞ്ഞുപോയി. ഇനിയും നാം നാളെ മുതൽ എഴുതുവാൻ പോകുന്നത് ഇന്ന് വരെ എഴുതിയിട്ടില്ലാത്തൊരു വർഷത്തിന്റെ പേരാണ് 2023. ഇതാ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ സമയം മുതൽ നമ്മുടെ ജീവചരിത്രത്തിലേക്ക് 2023 എന്ന വർഷം പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. സ്നേഹിക്കുന്ന, കരുതുന്ന, പരിപാലിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, സഹോദരനെ സ്നേഹിക്കുന്ന സഹോദരൻ, സഹോദരനെ സ്നേഹിക്കുന്ന സഹോദരി, സഹോദരിയെ സ്നേഹിക്കുന്ന സഹോദരൻ, പാസ്റ്ററെ സ്നേഹിക്കുന്ന വിശ്വാസികൾ, വിശ്വാസികളെ സ്നേഹിക്കുന്ന പാസ്റ്റർ, ദൈവത്തെ സേവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. ഈ ദൈവമക്കൾ ഒരുമിച്ച് കൂടി മുഖപ്പേറിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എൻ്റെ പാട്ടുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നില്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടുന്നില്ല, എൻ്റെ ആരാധന കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടുന്നില്ല, എനിക്ക് മിനിസ്ട്രിയിലും കൂടെ ഒന്ന് ഉയർന്നു വരണോ?
യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആ കരം നിങ്ങൾക്ക് മാറിലോ, ആ കരം നിങ്ങൾക്ക് തലയിലോ വെച്ച് ദൈവത്തോട് പറയാ, കർത്താവേ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ, എനിക്ക് ശുശ്രൂഷയിൽ ഉയരണം, 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 ഉയരണം. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കൂ ഞാൻ ആ കൃപയാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് പറയും, ബർന്നബാസും ശിമോനും ലൂക്കിയോസും മനായേലും ശൗലും ഇരുന്ന 5 പേർ ഒരുമിച്ചിരുന്ന യോഗത്തിന്റെ നടുവില് 2 പേരെ പ്രത്യേകമായ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു. ആ 2 പേരിൽ ഒരാൾ ഞാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഓ ശരബലവക്ഷസ്ഥനേ, കർത്താവേ ഞാനൊരു ബർന്നബാസായി തീരട്ടെ, ഞാനൊരു ശൗലായി മാറട്ടെ. എന്നെ വേർതിരിക്കണമേ, എന്നെ വേർതിരിക്കണമേ. അങ്ങയുടെ മിനിസ്ട്രിക്കായി, അങ്ങയുടെ സ്നേഹത്തിൽ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ഇന്ന് രാത്രി എന്നെ തെരഞ്ഞെടുക്കണമേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു വിശ്വസിച്ചുകൊണ്ട്. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കൂ ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കൂ ഞാൻ ആ കൃപയാൽ.
കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധി. ഈ വർഷം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, യേശുവിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർന്നിടുവാൻ, അഭിഷേകം പകർന്നിടുവാൻ, പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുവാൻ, പുതുശക്തി പ്രാപിക്കുവാൻ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ റമന ഹദന ഹശസ്തനാദി. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ, അന്ധകാര ശക്തികളെ, ഒരു ബർന്നബാസിനെ പോലെ, ഒരു ശൗലിനെ പോലെ അഭിഷേകത്തോടെ എഴുന്നള്ളി. അഭിഷേകം ഓ ഇന്ന് രാത്രി യേശുവേ ഞാൻ ആ കൃപയാൽ പരിശുദ്ധാത്മാവിന് മുഖപ്പേർ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന സകല അഭിഷേക്ത ഗണത്തെ നോക്കിയിട്ട് കർത്താവിന് പറയാനുള്ളത്, ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ ആരാധിച്ചു പ്രാർത്ഥിച്ച് ഉപവസിച്ച് പോകുന്ന നിങ്ങളുടെ ആത്മീക ജീവിതം വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ മിനിസ്ട്രിയിലും കൂടെ ഒന്ന് ശക്തിപ്പെട്ടു വരാൻ ഈ രാത്രി എത്ര പേർക്ക് കൊതിയുണ്ട്? ദൈവം തന്ന നന്മകൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, കർത്താവേ അങ്ങയുടെ നാമത്തിന് വേണ്ടി അങ്ങ് തന്ന ആരോഗ്യം, ആയുസ്, ബുദ്ധി, കഴിവ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കും കർത്താവേ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും? എന്നെ ഞാൻ അതിനു വേണ്ടി സമർപ്പിക്കുന്നു കർത്താവേ. ഉപവാസം വേണ്ടെന്നല്ല, ആരാധന വേണ്ടെന്നല്ല. നിങ്ങളിതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം. പരിശുദ്ധാത്മാവ് വേർതിരിച്ച് കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? വീണ്ടും ഉപവസിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. മിനിസ്റ്റർ ചെയ്യണമെങ്കിലും ഉപവാസവും പ്രാർത്ഥനയും വേണം. ഉപവസിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ്. ഒരേ ഗ്രാഫിൽ പോകാനല്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. 2023 ദൈവം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞുപോയ വർഷത്തെ ആ ഗ്രാഫിൽ ആത്മീക ജീവിതം പോകാനല്ല. ഒരു ഉയർന്ന ഗ്രാഫിൽ, ഒരു ഉയർന്ന അളവിൽ എൻ്റെ ആത്മീക ജീവിതം, ഞാനായിരിക്കുന്ന സഭയെ സ്നേഹിച്ച്, കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച്, എൻ്റെ അധ്വാനത്തിന് ദൈവം തരുന്ന ആരോഗ്യം അത് ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് ദൈവം തരുന്ന ശമ്പളം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം എനിക്കുന്ന വാഹനം അത് ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് വന്ന ഭവനം അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്നെ കൊണ്ട് എത്രത്തോളം എൻ്റെ കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഉയരാൻ കഴിയൂ? അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഞാൻ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ചിലരൊക്കെ ചോദിക്കും, ഓഫറിങ്ങിന് അവസരമില്ലേ? കർത്തൃമേശയ്ക്ക് അവസരമില്ലേ? ഇതിനെല്ലാം അവസരമുണ്ട്. ഈ മണിക്കൂർ കൊണ്ട് ഈ ആരാധന തീരുകയല്ല, ഇതിനെ കണ്ടിന്യൂസ് ആകുകയാണ്. എൻ്റെ ചിന്ത, നമുക്കെന്നും ന്യൂ ഇയറിൻ്റെ അതേ ആവേശം എല്ലാ ദിവസങ്ങളും ഉണ്ടാകട്ടെ. കർത്താവിന് വരവ് താമസിച്ചാൽ രാവിലെ 10 മണിക്ക് നമുക്ക് ആരാധനാലയത്തിൽ നമുക്ക് ആരാധനയും കർത്താവിൻ്റെ തിരുമേശയും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അർപ്പിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അല്ല, എനിക്ക് നാളെ വരുവാൻ കഴിയില്ല, ഞാൻ വിദൂരത്തിലാണ്, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മെത്തേഡെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അതൊന്നും ഞാൻ ഇന്ന് രാത്രി പരസ്യമായി ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞത്. പ്രിയരെ, ദൈവം തന്ന ആരോഗ്യം, എൻ്റെ ബുദ്ധിയും 2023 എല്ലാവരും പറഞ്ഞേ,
അപ്പാ, ഒന്ന് പറഞ്ഞോ, നിങ്ങൾ വീടിനകത്ത് പറ. കുഞ്ഞെ, മോനെ, മാതാപിതാക്കൾ പറ. മോളെ, മോനെ, ഈ വർഷം നിന്റെ ബുദ്ധി കൊണ്ട് നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും മോനെ? മോളെ, ബ്രദർ, സിസ്റ്റർ, അങ്കിൾ, ആന്റി, നമുക്ക് എന്ത് ഈ വർഷം കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റും? ഓ, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. ശക്തിയോടെ പണമോ, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. സർവവും വിശ്വസിക്കാമോ? സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും തന്നതൊക്കെയും. എല്ലാവരും ചേർന്ന് കുടുംബമായി പാടിക്കേ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ സമ്പത്തും എന്റെ ധനവും അതും എന്റെ കർത്താവ് തന്നത്, അത് ഞാൻ കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നു. എന്റെ സമ്പത്തും എന്റെ ദാനവും നീ എനിക്കു തന്നതൊക്കെയും. അപ്പാ, എന്റെ സമ്പത്തും എന്റെ ദാനവും നീ എനിക്കു തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ ക്യാമറ നോക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കാം. സ്വർഗത്തിലേക്ക് നോക്കാം. ഏത് അവ ഡിസോർഡർ ആയിക്കോട്ടെ, നിങ്ങളുടെ ക്യാമറ ഡിസോർഡർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗം നമ്മളെ കാണുന്നുണ്ട്. സ്വർഗം നമ്മളെ കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ IPC മുഖപ്പേർ സഭയോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, സഹോദരങ്ങളോട് കർത്താവിന് ഇന്ന് രാത്രികാലം പറയാനുള്ളത്, കുഞ്ഞെ, നിന്റെ ആരാധന എനിക്കിഷ്ടമാ, നിന്റെ പ്രാർത്ഥന എനിക്കിഷ്ടമാ, നിന്റെ എനിക്കിഷ്ടമാ. പക്ഷേ 2023 നിന്നെ ഞാൻ അടുത്ത ലെവലിലേക്ക് ഒന്ന് കരം പിടിച്ചുയർത്താൻ പോകുകയാ. ഇന്ന് വരെ നിന്നിട്ടില്ലാത്ത സ്റ്റേജുകളിൽ എനിക്ക് വേണ്ടി നിന്നെ ഞാൻ നിർത്തും. എനിക്ക് വേണ്ടി പാടിയിട്ടില്ലാത്ത വേദികളിൽ നീ എനിക്ക് വേണ്ടി പാടും. എനിക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടില്ലാത്ത വേദികളിൽ നീ എനിക്ക് വേണ്ടി പ്രസംഗിക്കും. എനിക്ക് വേണ്ടി ചിലവിട്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ നീ എനിക്ക് വേണ്ടി ചിലവിടും. എന്റെ മുൻപിൽ മുട്ടുമടക്കിയിട്ടില്ലാത്ത നിലകളിൽ നീ എന്റെ മുൻപിൽ മുട്ടുമടക്കും. എന്റെ മുൻപിൽ ആരാധിച്ചിട്ടില്ലാത്ത ആത്മനിറവിൽ നീ എന്റെ മുൻപിൽ ആരാധിക്കും. അങ്ങനെ ആത്മീകമായി മുന്നേറുന്ന ഒരു വർഷത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പാ,
ഉലകസ്ഥാപനം മുൻപ് ഉളവായൊരൻപായി തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം ആത്മാവിനാൽ നിറയുന്നുണ്ടോ? ബർന്നബാസിനെയും ശൗലിനെയും തെരഞ്ഞെടുത്തത് അപ്പോൾ ഉണ്ടായ ഒരു വികാരമല്ല. നാളെ എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിലല്ല. ഓ ശബരമശതോര്യ ഉലകസ്ഥാപനം മുൻപ് ഉളവായൊരൻപായി തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഭവനത്തിലായിരിക്കുന്നവർ തമ്മിൽ ആ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ചാട്ട്. അടുത്ത് നിൽക്കുന്നത് കുഞ്ഞുങ്ങളാണോ, പ്രിയപ്പെട്ടവരാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, പിതാവാണോ, അടുത്ത് നിൽക്കുന്നവർ ആ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലെടുത്ത് നമ്മൾ ഒരുമിച്ചൊന്ന് ഐക്യതയോടെ പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ചേർന്ന് ഓ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരപ്പെടാൻ പോകുകയാണ്. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഇന്ന് വരെ കയറി നിന്നിട്ടില്ലാത്ത മേഖലകളിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, ഇന്ന് വരെ നിന്നിട്ടില്ലാത്ത വേദികളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. യെസ്, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിട്ട് പറ, കുഞ്ഞെ നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുകയാ. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാ. നീ ഇങ്ങനെ പുറകിൽ നിൽക്കാനുള്ളവനല്ല. നീ ഒരു മുറിക്കകത്ത് ഒതുങ്ങാനുള്ളവനല്ല. നീ പുറത്തേക്ക് ഇറങ്ങാനുള്ളവനാ. നിന്റെ പൊട്ടൻഷ്യൽ, നിന്റെ കഴിവുകൾ പുറത്തേക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ളതാ. നിങ്ങൾ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടൊന്നും വേണ്ട പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, പൂർണ്ണമായിട്ടൊന്നും ഉപവസിക്കാൻ പറ്റിയില്ല. പക്ഷെ ആഹാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ശാഖപദാർത്ഥവും പച്ചവെള്ളവും ഒക്കെ കുടിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരു കൂട്ടം അഭിഷക്ത ഗണം ഇതിനകത്തുണ്ട്. ശരീരം ബലഹീനമാണെങ്കിലും അതിന് നടുവിലൊക്കെ ഉപവസിച്ചവരുണ്ട്. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾ ഈ കരങ്ങൾ കോർത്ത് പിടിക്കുമ്പോൾ ശത്രു ലജ്ജിച്ചോടി മറയുക. കുടുംബത്തിനകത്തൊരു ഐക്യത വെളിപ്പെടുകയാണ്. കുഞ്ഞുങ്ങളിൽ അനുസരണം വെളിപ്പെടുകയാണ്. സ്നേഹം വെളിപ്പെടുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുകയാ. ബർന്നബാസിനെ തെരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവാ. ഓ ശൗലിനെ തെരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവാ. ഇന്ന് പകൽ, ഈ രാത്രിയിൽ, ഈ പ്രഭാതത്തിൽ നമ്മെ കർത്താവാണ് തെരഞ്ഞെടുക്കുന്നത്, പരിശുദ്ധാത്മാവാണ് തെരഞ്ഞെടുക്കുന്നത്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് 9:30 മണി മുതൽ അങ്ങയുടെ സന്നിധിയിൽ പാടി ആരാധിക്കുവാൻ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ദൈവം തന്ന കുഞ്ഞുങ്ങൾ ക്രിട്ടിക്കൽ മേഖലയിലൂടെയൊക്കെ കടന്നുപോയ അനുഭവത്തിൽ ഞങ്ങൾ ഒരിക്കലും കടന്നു പോകാൻ സാധ്യതയില്ലാത്ത ജാതികളുടെ ഇടയിലൂടെയൊക്കെ കടന്നുപോയി. ദൈവത്തിന്റെ നന്മകളുമായി ദൈവസ്ഥലം നിൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം. കർത്താവേ, 2023 വർഷം ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. ദൈവമേ, അതിൽ കാലെടുത്ത് വയ്ക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. കർത്താവ് ഈ വർഷം ഞങ്ങൾക്ക് തരുമ്പോൾ മിനിസ്ട്രിയിൽ ഞങ്ങൾ ഉയരുവാൻ,
ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ മിനിസ്ട്രിയിൽ കരം പിടിച്ചുയർത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിനിസ്റ്റർ ചെയ്യാൻ ഇതിനകത്ത് കൊതിക്കുന്നവരുണ്ടല്ലോ. ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചവരുണ്ടല്ലോ. ജനിച്ചതിന് ശേഷം ചില സാഹചര്യങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ സമർപ്പിച്ചവരുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് സഭയായി നിൽക്കട്ടെ, ഐക്യതയോടെ നിൽക്കട്ടെ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കട്ടെ. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകണമേ. സമ്പത്തുകളും ആരോഗ്യവും സമാധാനവും സന്തോഷവും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലുള്ള വിജയങ്ങളും കർത്താവെ, ഈ 2023 കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കുന്ന, കുഞ്ഞുങ്ങളുടെ കർത്താവെ സ്നാനങ്ങൾ നടക്കുന്ന, ആമേൻ സ്തോത്രം, കർത്താവെ പ്രിയപ്പെട്ട കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുന്ന, സഭയിൽ പുതിയ പുതിയ കുടുംബങ്ങൾ കടന്നു വരുന്ന, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന, ഭവനത്തിൻ്റെ പണികൾ തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിൽ ഈ വർഷക്കാലം കർത്താവെ ഹൗസ് ഡെഡിക്കേഷൻ നടക്കുവാൻ, ചൈൽഡ് ഡെഡിക്കേഷൻ നടക്കുവാൻ, കർത്താവെ വാഹനമില്ലാത്തവർക്ക് വാഹനം, ഭവനമില്ലാത്തവർക്ക് ഭവനം, നന്മകൾ മുടങ്ങി കിടക്കുന്നവരുടെ നന്മകൾ കർത്താവെ ആ മുടക്കം മാറി പുറത്തു വരുവാൻ, തലമുറയില്ലാത്തവർക്ക് തലമുറയെ കൊടുത്ത്, നഷ്ടപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ കൊടുത്ത് എല്ലാവരെയും സ്വർഗ്ഗം ഇവിടുന്ന് മാനിക്കണമേ. പ്രായാധിക്യത്തിലെത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആരോഗ്യ ബലം കൊടുക്കണമേ. ശാരീരികമായി ബലഹീനതയുള്ളവരെ കർത്താവ് ഇവിടുന്ന് ബലപ്പെടുത്തണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കരങ്ങൾ കോർത്ത് പിടിച്ച് ഐക്യതയോടെ കുടുംബമായി ഞങ്ങൾ ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേട്ട് ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറയാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ രോഗങ്ങളെയും ശാസിക്കുന്നു കർത്താവേ. ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെല്ലാം ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. ദൈവമക്കൾ അനുഭവിക്കുന്ന ആമേൻ ദീർഘമണിക്കൂറുകൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശാരീരിക ബലഹീനതകൾ, ദീർഘമണിക്കൂറുകൾ നിന്ന് ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശാരീരിക ബലഹീനതകൾ, പല നിലകളിൽ കർത്താവേ ഉറക്കങ്ങൾ നഷ്ടപ്പെടുന്നവരുണ്ട്. ആമേൻ, പല നിലയിൽ പല ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശാരീരിക ആന്തരിക അവയവങ്ങളിൽ നിന്ന് രാത്രികാലം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമാറാകണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുസരണമുള്ളവരായി, വിനയമുള്ളവരായി, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി, ദൈവമക്കളെല്ലാവരും പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുന്നവരായി, സഭയ്ക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ ഇവിടുന്ന് സഹായിക്കണമേ. ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച കൊടുക്കണമേ. ശമ്പളത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നവർക്ക് ശമ്പളത്തിൽ വർധനവ് കൊടുക്കണമേ. അങ്ങനെ ഭൗതികമായിട്ടുള്ള ഉയർച്ചയും മാന്യതയും കൊടുത്ത് എല്ലാവരും ജോസഫിനെ പോലെ കൃതാർത്ഥരാകുവാൻ ദൈവാത്മാവ് സഹായിക്കണം. ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യാത്രയിലായിരിക്കുന്നവർക്കായി സ്തോത്രം. വിദേശത്തും മറ്റുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും ഇവിടുന്ന് സഹായിക്കണം. മാനവും മഹത്വവും കർത്താവിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ടതുകൊണ്ട് പ്രിയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകൻ ത്രിയേകനാകും സ്നേഹസ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹസ്വരൂപിയെന്നും, ഏകട്ടെ ആശീർവാദം മേൽമേലായി. 2023 ഏകട്ടെ ആശീർവാദം മേൽമേലായി. വാഴ്ത്തുവീൻ പരം വാഴ്ത്തുവീൻ, വാഴ്ത്തുവീൻ പരം വാഴ്ത്തുവീൻ. ഏകൻ ത്രിയേകനാകും സ്നേഹസ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹസ്വരൂപിയെന്നും, ഏകട്ടെ ആശീർവാദോ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സമാധാനത്തോടെ നമ്മളെ പറഞ്ഞയക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചില മണിക്കൂറുകൾക്കപ്പുറം ആമേൻ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവിൻ്റെ തിരുമേശന ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ ദൈവം അവസരം തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ, വാഴ്വുകൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മുന്നോട്ടുള്ള വർഷങ്ങളിൽ മാസങ്ങളിൽ കർത്താവിൻ്റെ വരുവരെ എന്നേക്കും കൃപയുണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടുകൂടി ആശീർവാദം ശിരസിന്മേൽ പെയ്തിറങ്ങിയ അനുഭവിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ കുടുംബത്തോടെ നമ്മുടെ ഭവനത്തിൽ മുഴങ്ങട്ടെ. ഫ്ലാറ്റ് ആകട്ടെ, വീടാകട്ടെ, വാടക വീടാകട്ടെ, മുഴങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശക്തിയോടെ അന്ധകാര ശക്തികൾ എല്ലാം ഒഴിഞ്ഞുപോയി. നമ്മുടെ കുടുംബം ഒന്ന് ഫ്രഷ് ആയിരിക്കുകയാണ്, റിഫ്രഷ്ഡ് ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ ദുരാത്മ ശക്തികൾ, എല്ലാ അന്ധകാര ശക്തികൾ എല്ലാം പോയി ശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ മൈൻഡ്, നമ്മുടെ ശരീരം, മനസ്സ്, ആമേൻ, ഭവനം എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദൈവസഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പ്രാർത്ഥനാന്തരീക്ഷത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് ഈ പുതുവർഷമുള്ള എല്ലാ നന്മകളും ദൈവമക്കൾക്ക് ആമേൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭകരമായ പുതുവർഷ അനുഗ്രഹങ്ങൾ, ഭാവങ്ങൾ നേരുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.